നമസ്കാരം. ഞാൻ പാലക്കോട് പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തി. എൻ്റെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ കാരക്കാട് ഗ്രാമത്തിൽ ഒരു അതിരുദ്ര മഹായജ്ഞം നടക്കുകയാണ്. കാരക്കാട് ഗ്രാമത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മഹാരുദ്രത്തിൽ ഒരു തവണ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ കാരക്കാട് ഗ്രാമത്തിൽ അതിവിശേഷമായ ദേവാദിദേവനായ ദേവദേവനായിട്ടുള്ള മഹാദേവനെ, സാക്ഷാൽ പരമശിവനെ ചെയ്യാവുന്ന, പരമശിവന്റെ പ്രീതിക്കായി ചെയ്യാവുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിട്ടുള്ള അതിരുദ്ര മഹായജ്ഞം നടക്കുകയാണ്. ശ്രീരുദ്രം എന്നത് യജുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സാക്ഷാൽ പരമശിവനെ സ്തുതിക്കുന്ന ഒരുപാട് സ്തുതികൾ അടങ്ങിയതാണ്. ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ശ്രീരുദ്രം. അതിന് നമോ 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 എന്ന് ഓരോ വരിയുടെ അവസാനമുള്ളത് കൊണ്ട് അതിന് നമകം എന്നും പറയാറുണ്ട്. ഈ ശ്രീരുദ്രം 11 പേർ ഇരുന്ന് 11 തവണ ജപിക്കുമ്പോൾ അതിന് രുദ്ര ഏകാദശിനി എന്ന് പറയും. ഇതേ ശ്രീരുദ്രം 11 പേർ 11 തവണ ജപിക്കുമ്പോൾ 11 × 11 = 121 തവണ ജപിക്കുന്നത് രുദ്ര ഏകാദശിനി. 121 പേർ 11 തവണ ജപിക്കുമ്പോൾ 1331 തവണ വരും. അങ്ങനെ ജപിക്കുന്നതിനെ മഹാരുദ്രം എന്ന് പറയും. അത് ഒരു ദിവസം 121 ആൾ ഇരുന്ന് 11 തവണ ജപിക്കാം, അല്ലെങ്കിൽ 11 പേർ 11 ദിവസം കൊണ്ടായിട്ട് 11 തവണ വെച്ച് ജപിച്ചാലും ഇതേ സംഖ്യ വരും. ഈ രുദ്രേകാദശിനി 11 തവണ നടത്തുന്നതാണ് മഹാരുദ്രം. 11 മഹാരുദ്രം ചെയ്യുന്നതിനെയാണ് അതിരുദ്രം എന്ന് പറയുന്നത്. അതായത് 121 പേർ 121 തവണ ശ്രീരുദ്രം ജപിക്കുക. അപ്പോൾ 14,641 തവണ ശ്രീരുദ്രം ജപിക്കും. ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഒരു തവണ ശ്രീരുദ്രം ജപിക്കുന്നത് തന്നെ ശിവന്റെ പ്രീതിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്ഥലത്ത് 14,641 തവണ ശ്രീരുദ്രം ജപിക്കുന്നതിന് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ശക്തി, ഒരു ചൈതന്യം, ഒരു പവർ, ഒരു എനർജി എത്രയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹായജ്ഞത്തിന് വേദിയാവുകയാണ് കാരക്കാട് ഗ്രാമം. നമ്മുടെ മഹാദേവന് വൈദ്യനാഥൻ എന്ന് പേരുണ്ട്, ഔഷധീശൻ എന്ന് പേരുണ്ട്. ശാരീരികമായും മാനസികമായിട്ടുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും, എല്ലാവിധത്തിലുള്ള വിഷമങ്ങൾക്കും, എല്ലാവിധത്തിലുള്ള കഷ്ടതകൾക്കും പരിഹാരമായി സാക്ഷാൽ സംഹാരമൂർത്തിയായ ശിവനെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ടും ലോകക്ഷേമത്തിനായിട്ടും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കുമായിട്ട് നടത്തപ്പെടുന്ന ഈ അതിരുദ്ര മഹായജ്ഞത്തിൽ കാരക്കാട് ഗ്രാമത്തിൽ ഡിസംബർ 26 മുതൽ 31 കൂടി നടക്കുന്ന 6 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന അതിരുദ്ര മഹായജ്ഞത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് സാക്ഷാൽ മഹാദേവന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു.